12,000-ഓളം പേർ നൃത്തം ചെയ്ത കലൂർ സ്റ്റേഡിയത്തിന്റെ കേടുപാടുകളുടെ കണക്കെടുക്കാനാണ് ഇനിയുള്ള നടപടികൾ. ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽസും GCDA എഞ്ചിനീയർമാരും ചേർന്നാകും മൈതാനം പരിശോധിക്കുക. നഷ്ടപരിഹാരം മൃദംഗവിഷയിൽ നിന്ന് ഈടാക്കാനും തീരുമാനം. ദിവിഷി, GCDA എഞ്ചിനീയർമാരൊക്കെ ഇതിനു മുമ്പ് പരിശോധന നടത്തണമായിരുന്നു. ഈ കരാർ അനുസരിച്ച് എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് സാങ്ഷൻ ചെയ്യേണ്ടത് ആരായിരുന്നു? ഈ GCDA എഞ്ചിനീയർമാരാണ്. നാട്ടിലെ പല കാര്യങ്ങളും അത് ശരി, ഓക്കെ, എല്ലാം ഓക്കെയാണ്, എന്നാ വിട്ടേക്ക്, ബാക്കി അവർ ചെയ്തോളും, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു, അതെങ്ങനെയെങ്കിലും നടന്നു പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് ഒരു MLA ഇപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്ന. ഇപ്പോൾ ആളുകൾ പലരും പറയുന്നുണ്ട്, ഇത് MLA പറ്റിയതുകൊണ്ട് മാധ്യമങ്ങളുടെ ഇത്ര സജീവമായ വാർത്തയെ അല്ലാതെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യനായിരുന്നു വീണതെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്ന ചോദ്യം അത് ഒരു തരത്തിൽ യാഥാർത്ഥ്യവുമാണ്. എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളാണോ അല്ലെങ്കിൽ വെട്ടിപ്പുകളാണോ നടക്കുന്നതെന്ന് കൂടിയുള്ള വിവരങ്ങളാണ് വരുന്നത്. ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഹോം ഗ്രൗണ്ടാണ്. ഇനി ഈ കലാപരിപാടി കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുകൂടി ഇനി കണ്ടറിയാനിരിക്കുന്നേ ഉള്ളൂ. എങ്ങനെയാണ് പരിശോധന, എപ്പോഴാണ്? ദിവിഷ എത്രയും പെട്ടെന്ന് തന്നെ ആ പരിശോധനയിലേക്ക് നടക്കും. തീരുമാനമെടുത്തിരിക്കുന്നത് GCDA ആണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ആ ടച്ച് ലൈനിൻ്റെ ഭാഗത്ത്, അതായത് ഫുട്ബോൾ ടച്ച് ലൈനിൻ്റെ തൊട്ടു വശങ്ങളിൽ വരെ ഈ നർത്തകിമാർ നിന്ന് നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഏതാണ്ട് 12,000-ഓളം പേരാണ് ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൻ്റെ മൈതാനത്ത് നൃത്തം വെച്ചത്. മൈതാനത്തിൻ്റെ മധ്യഭാഗത്താണ് ദിവ്യ ഉണ്ണി നൃത്തം ചെയ്തത്. ഇതൊക്കെ ഒരു ഫുട്ബോൾ മൈതാനത്ത്, ഇപ്പോഴൊരു ഫുട്ബോൾ കളിക്ക് വേണ്ടിയുള്ള രീതിയിലാണ് ആ മൈതാനം സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തൊരിടത്തും ഇത്തരത്തിലൊരു ഫുട്ബോൾ മൈതാനത്ത്, ഒരു FIFA സ്റ്റാൻഡേർഡിലുള്ള ഒരു ഫുട്ബോൾ മൈതാനത്ത് ഇത്തരത്തിലൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന് ശേഷം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം വിട്ടുകൊടുക്കരുത് എന്നായിരുന്നു ആദ്യ തീരുമാനം. അതിന് മാറ്റം വരുത്തിയത് പോലും ഈ പരിപാടിക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പൊ GCDA ഇത് അറിഞ്ഞില്ലേ? മധു, അത് തന്നെയാണ് പ്രശ്നം. കാരണം എൻ്റെ ഒരു ഓർമ്മയിലാണെങ്കിൽ ഒരു 18 വർഷം മുൻപ് അവിടെ ഒരു താരനിശ നടന്നിട്ടുണ്ട്. അതിനു മുൻപ് ഒരു വിവാഹം നടന്നിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം മറ്റ് കായികേതര ഒരാവശ്യത്തിനും വിട്ടുകൊടുക്കരുന്ന ഒരു തീരുമാനമെടുക്കരുത്. ആ തീരുമാനം എടുക്കാനുള്ള കാരണം ആ മൈതാനം മോശമാകുമെന്നതുകൊണ്ടാണ്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു. പിച്ചിന് മോശമാകും, പിച്ച് നാശം സംഭവിക്കും, അതൊക്കെ കൊണ്ടാണ് അതെല്ലാം ഒഴിവാക്കിയത്. ഇപ്പോൾ നമ്മളൊരു FIFA Under-19 വേൾഡ് കപ്പിന് ശേഷം അത് ഒരു ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ ഒരു മൈതാനമാണ്. ആ മൈതാനത്തിലാണ് ഒരു 12,000-ഓളം പേർക്ക് നൃത്തം ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാം. GCDA കഴിഞ്ഞ ബജറ്റിലൊക്കെ ആലോചിച്ചിരുന്നതാണ് ഈ കായികേതര ആവശ്യങ്ങൾക്കും ഈ സ്റ്റേഡിയം വിട്ടു നൽകി കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നത്. പക്ഷെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു കാരവാൻ കയറ്റിയിട്ടുണ്ട് ആ മൈതാനത്തേക്ക്. അതുണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയെന്ന് വിലയിരുത്തണം. അതുകൊണ്ടാണ് ഈ ഫുട്ബോൾ ഒഫീഷ്യൽസിനെ കൂടി, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽസിനെ കൂടി കൊണ്ടുവന്ന് GCDA എഞ്ചിനീയർമാരെയും ചേർത്ത് ആ ഗ്രൗണ്ട് പരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എത്ര നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് കണക്കാക്കേണ്ടതുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ആ ടച്ച് ലൈന് ഉള്ളിലേക്ക് ഇത്രയധികം നർത്തകർ കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ചുറ്റും നിന്നാണ് ഈ നൃത്തം ചെയ്ത ഇവർ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ അപകടത്തിന് ശേഷം നിന്നാണ് ഈ പിഴ ഈടാക്കേണ്ടത്. ആ സ്ഥാപനമേ ഇപ്പോൾ ഇതിന്റെ പേരിൽ പൊല്ലാപ്പിലായി കഴിഞ്ഞു. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ കൃത്യമായി പരിശോധിക്കപ്പെടും. അപ്പോൾ അവരുടെ അത് അക്കൗണ്ടുകൾ അടക്കം ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതയുമാണ്. അപ്പോൾ അടിയന്തരമായി ഇത് ഈ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആര് പണം മുടക്കും? ബ്ലാസ്റ്റേഴ്സിന് അവരുടേതായ ഗ്രൗണ്ട് എങ്ങനെ പഴയ നിലയിൽ കിട്ടും? ദിവിഷ, ഇവിടെ ഒരു കോഷൻ ഡിപ്പോസിറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നത് മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം ഈ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പോലീസ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. അവർ വഞ്ചന കേസിൽ പ്രതികളായിരിക്കുന്നു. ഇനി ഇൻകം ടാക്സും GSTയും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും ഈ കേസിൽ അന്വേഷണം നടത്തിയാൽ ഉള്ള സാധ്യതകൾ തന്നെയുണ്ട്. കാരണം നിലവിൽ അതിൽ അന്വേഷണം നടത്തുന്നതിന് നിയമപരമായ തടസ്സമില്ല. പോലീസിന്റെ വഞ്ചന FIR ഉള്ളത് കൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പോലും ഇതിനകത്ത് അന്വേഷിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇത് ഈ സംഘാടകരിൽ നിന്ന് ഈ പണം ഈ കോഷൻ ഡിപ്പോസിറ്റിന് അപ്പുറത്ത് നഷ്ടം വന്നാൽ ഈടാക്കി എളുപ്പമല്ല. അത് GCDA തന്നെ മുടക്കേണ്ടി വരും. കാരണം വിവേകശൂന്യമായി ചില തീരുമാനങ്ങൾ എടുത്താൽ ഇത്തരത്തിലുള്ള നഷ്ടങ്ങളും ആ സംവിധാനം സഹിക്കേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരി, എന്തായാലും ഒരു ഗ്രൗണ്ട്, അതിപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണെങ്കിലും ഫുട്ബോൾ ഗ്രൗണ്ട് ആണെങ്കിലും അത്രത്തോളം
സൂക്ഷ്മതയോടെ കൃത്യതയോടെയാണ് ക്യൂറേറ്റർമാരൊക്കെ ഈ ഗ്രൗണ്ട് സൂക്ഷിക്കുക. കാരണം ഓരോ മത്സരത്തിന് വേണ്ടി കൃത്യമായി സജ്ജീകരിക്കേണ്ട ചുമതല സ്റ്റേഡിയം നടത്തിപ്പുകാർക്ക് മേൽനോട്ടക്കാർക്കും ഉണ്ട്. അതെല്ലാം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലേക്കാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിലൂടെ വിവാദങ്ങളായി. ഗ്രൗണ്ട് ഇനി അത് പഴയ പോലെ എങ്ങനെയാണ്, എത്ര അധികം രൂപ അല്ലെങ്കിൽ എത്ര ദിവസങ്ങളുടെ ജോലി ഇനി അവിടെ ആ ഗ്രൗണ്ടിനെ പഴയ പോലെ ആക്കാൻ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പരിശോധിക്കാൻ പോകുന്നു. ബിനിൽ, അത് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണോ ബ്ലാസ്റ്റേഴ്സിന്റെ അതിലൊരു ഔദ്യോഗിക പ്രതികരണം? അവരുടെ ഹോം ഗ്രൗണ്ടിനെ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലാക്കിയതിന് അവരുടെ ഒരു ഔദ്യോഗിക പ്രതികരണത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ബ്ലാസ്റ്റേഴ്സ് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ ഇത് എപ്പോഴാണ് പരിശോധിക്കാൻ അവർ വരുന്നത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അവർ വ്യക്തത നൽകിയിട്ടില്ല. പക്ഷേ GCDA ആണ് ഇക്കാര്യം നമ്മളെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. GCDA അധികൃതർ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽസിനെ ബന്ധപ്പെട്ടു. GCDAയുടെ എഞ്ചിനീയർമാരും ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽസും സംയുക്തമായി അത് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് GCDA തന്നെയാണ്. കാരണം ഈ നഷ്ടം, ഇതിനകത്ത് നാശനഷ്ടം ഉണ്ട് എന്ന കാര്യം ഏതാണ്ട് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ മൈതാനത്തിന് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ പരിശോധന നടത്തുന്നത്.